എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ടെസ്കോ അവളാണെങ്കിൽ ഇപ്പോഴും ആ ഡീമൺസുമായിട്ട് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. അവളൊരു ഗ്യാപ്പ് പോലും കൊടുക്കാതെ അവറ്റകളെ തല്ലി തല്ലി കൊന്നോണ്ടിരിക്കുകയാണ്. ഹീറോയ്ക്ക് ആണെങ്കിൽ അത് കാണുമ്പോൾ കുറച്ച് ടെൻഷനും ആവും. അവൻ ആ പയ്യനോടും പെൺകുട്ടിയോടും കുറച്ച് മാറി നിൽക്കാൻ പറയും. അതിനുശേഷം ടെസ്കോയെ അവന്റെ അടുത്തേക്ക് വിളിക്കുകയാണ്. ടെസ്കോ അത് കേട്ട് ഹീറോയുടെ അടുത്തേക്ക് വരും. പക്ഷെ ഡീമൺ അവൻ വീണ്ടും ഇപ്പൊ അവളെ പിടിച്ചു വലിക്കുകയാണ്. അവൾ സ്റ്റൈലായിട്ട് അവളുടെ കാൽ വെച്ച് അവനെ അച്ചരം പൊച്ചരം തൊഴിക്കും. അതിനുശേഷം ഹീറോയുടെ അടുത്തേക്ക് വരികയാണ്. ഹീറോയ്ക്ക് ഇപ്പൊ അവളെ കാണുമ്പോൾ ഒരുപാട് അത്ഭുതം തോന്നും. അവള് സെൽഫ് ഡിഫെൻസ് ചെയ്യാൻ ശരിക്കും പഠിച്ചു കഴിഞ്ഞു. അവൾക്ക് അവളെ പ്രൊട്ടക്ട് ചെയ്യാനും മറ്റുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യാനും ആവുന്നുണ്ട്. ഒരു ഡീമൺ ആയിട്ട് പോലും മുഴുവനായും അവൾ ആ ഡീമൺസിന്റെ നേച്ചറിലേക്ക് മാറാത്തതാണ് ഹീറോയ്ക്ക് ഏറ്റവും വലിയ അത്ഭുതം. മാത്രമല്ല അതാണ് അവനെ സംബന്ധിച്ചിടത്തോളം തിരികെ പിടിക്കാൻ കഴിയുമെന്നുള്ള ഏക പ്രതീക്ഷ. ടാഞ്ചറോയ്ക്കാണെങ്കിൽ ഇപ്പൊ ടെസ്കോയിൽ ഒരുപാട് ആത്മവിശ്വാസം തോന്നും. അവൾ ഒരിക്കലും ആരെയും കൊല്ലില്ല. ഹീറോ ടെസ്കോയോട് പറയും, എനിക്ക് എത്രയും വേഗം ആ ഡീമൺസിന്റെ അണ്ടർഗ്രൗണ്ടിലേക്ക് പോകണം. അവറ്റകളെ ഇനിയും ജീവിക്കാൻ അനുവദിച്ച തീർച്ചയായിട്ടും ഈ ഗ്രാമത്തിലുള്ള എല്ലാവരെയും അവറ്റകൾ ഇല്ലാതാക്കും. നിന്നെ ഈ പയ്യനെയും പെൺകുട്ടിയെയും ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. ഞാൻ പോയിട്ട് വരുന്നത് വരെ തീർച്ചയായിട്ടും നീ വേണം ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ. അതിനവളും ഓക്കെ പറയും. അടുത്ത നിമിഷം ഹീറോ ആണെങ്കിൽ ആ പോർട്ടൽ വഴി അണ്ടർഗ്രൗണ്ടിലേക്ക് പോവും. അവൻ താഴേക്ക് വരെ ആ അണ്ടർഗ്രൗണ്ട് അരിച്ചു പെറുക്കാണ്. അവിടെ മുഴുവൻ ആ ഡീമൺസ് ഇതുവരെ കഴിച്ച പെൺകുട്ടികളുടെ ഡ്രസ്സ്, ബാൻഡ്, ചെരുപ്പുകൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. ടാഞ്ചറോയ്ക്കാണെങ്കിൽ ആ കാഴ്ച കണ്ട് സഹിക്കില്ല. ഒരുപാട് നിരപരാധികളായ പെൺകുട്ടികളെ അവറ്റകൾ തിന്നു തീർത്തു. ഇനി ഈ ഗ്രാമത്തിൽ നിന്നല്ല ഒരു ഗ്രാമത്തിൽ നിന്നും പെൺകുട്ടികളെ ഇതുപോലെ നശിപ്പിച്ചില്ലാതാക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവനങ്ങനെ ദൃഢനിശ്ചയം എടുത്ത് നിൽക്കുകയാണ്. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് രണ്ട് ഡീമൺസ് അവറ്റകളാണെങ്കിൽ ഹീറോയെ തന്നെ അങ്ങനെ എയിം ചെയ്ത് നിൽക്കുകയാണ്. ആ ഡീമൺസ് ആണെങ്കിൽ ഇപ്പൊ കാര്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. താഴേക്ക് പോകുന്തോറും അവിടെ ഒട്ടും ഓക്സിജൻ ഇല്ല. സോ ഈസി ആയിട്ട് നമുക്ക് 3 പേർക്കും ചേർന്ന് അവനെ താഴേക്ക് കൊണ്ടുപോവാം. ഓക്സിജൻ കിട്ടാതെ അവനെ നമുക്ക് അവിടെ വെച്ച് കൊന്ന് തിന്നാം. ഇന്ന് നമുക്ക് ഇവനെയും ആ പെൺകുട്ടിയെയും ഇവന്റെ കൂടെ ഉള്ളവരെയും എല്ലാവരെയും ഭക്ഷിക്കണമെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ വമ്പ സ്പീഡിൽ ഇപ്പൊ ഹീറോയെ ലക്ഷ്യമാക്കി അങ്ങനെ പറന്നു വരികയാണ്. ഇവിടെ ഹീറോയ്ക്കാണെങ്കിൽ എത്ര ടൈം വേണമെങ്കിലും ഓക്സിജൻ ഇല്ലാതെ ഇപ്പൊ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയും. അവനെ കൊണ്ട് എയർ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഹീറോ കറക്റ്റായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാണ്. കാരണം അവറ്റകളുടെ കഴുത്തിൽ ഒരൊറ്റ വെട്ട് കറക്റ്റായിട്ട് വെട്ടണം. അങ്ങനെ വെട്ടിയാൽ മാത്രമേ അവറ്റകൾ നശിപ്പിക്കാൻ കഴിയൂ. ഒന്നിൽ കൂടുതൽ വെട്ടിയാൽ അവറ്റകൾ നശിക്കില്ല. മാത്രമല്ല ആ സ്ക്വാഡും ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഫോക്കസ് ചെയ്ത് കറക്റ്റ് ടൈമിൽ ആ ത്രെഡ് ക്രിയേറ്റ് ചെയ്ത് വേണം അവറ്റകളെ വെട്ടിയെറിയാൻ. അതെങ്ങനെ വെട്ടും എന്ന് ഹീറോ ഇവിടെ കാര്യമായിട്ട് ആലോചിക്കുകയാണ്. തൊടിയടകിൽ ആ ഡീമൺസ് ഇപ്പോ ഹീറോയെ വളയും. ഹീറോ ആണെങ്കിൽ അവന്റെ 6th പവറിലേക്ക് പോയി വാട്ടർ ബ്രീത്തിങ് യൂസ് ചെയ്ത് ഒരു പ്രത്യേക തരത്തിലുള്ള വിൻഡ് തന്നെ അവിടെ ഫോം ചെയ്തെടുക്കും. അതുപയോഗിച്ച് അവറ്റകളുടെ ബോഡി ഇപ്പൊ തുണ്ടായിട്ട് വെട്ടിയിടും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ടെസ്കോയെ കാണിക്കും. അവളാണെങ്കിൽ ആ ഡീമനുമായിട്ട് ഇപ്പോഴും ഫൈറ്റ് ചെയ്യാണ്. ഒരുപാട് നേരമായി അവർ രണ്ടുപേരെ സേഫാക്കി നിർത്തി അവള് ആ ഡീമനുമായിട്ട് മല്ലിടുന്നു. ആദ്യമൊക്കെ ടെസ്കോ നല്ല രീതിയിൽ അവനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുന്ന ഘട്ടമെത്തും. പക്ഷെ എന്താ ഇപ്പൊ അവളുടെ എനർജി അത് കുറേശ്ശെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അവൾ ഇതുവരെ മനുഷ്യന്റെ ബ്ലഡ് കുടിച്ചിട്ടില്ല. ഉറങ്ങി മാത്രമാണ് അവളുടെ പവറും സ്ട്രെങ്ത്തും ഒക്കെ ഇത്രയും കൂട്ടിക്കൊണ്ടു വന്നത്. അവളുടെ സ്ട്രെങ്ത് അതിപ്പോ പതിയെ കുറഞ്ഞ് അവൾ ആ ഡീമന്റെ കയ്യിൽ നിന്ന് ഇപ്പോ തല്ല് വാങ്ങാനായിട്ട് തുടങ്ങും. അതിന്റെ ഒരു അറ്റാക്കിൽ അവളുടെ നെറ്റി മുറിഞ്ഞ് ചോര പുറത്തേക്ക് വരും. അവളുടെ ബ്ലഡ് ആണെങ്കിൽ ഇപ്പൊ ഒരുപാട് നഷ്ടപ്പെട്ടു പോവാണ്. അതനുസരിച്ച് അവൾക്ക് ബോധവും പതിയെ നഷ്ടപ്പെടാൻ തുടങ്ങും. ഡീമൺ അവൾക്ക് നേരെ പാഞ്ഞു വന്ന് അവളെ വെട്ടി താഴെയിടാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും ചാടി വരികയാണ് നമ്മുടെ ഹീറോ ടാഞ്ചറോ. അവൻ ചാടി വന്ന് ആ ഡീമന്റെ കൈ വെട്ടിയിടും. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ സിസ്റ്ററിന്റെ ദേഹത്ത് കൈവെക്കും. ഒരുപാട് ബ്ലഡ് നഷ്ടപ്പെട്ട ആ ഡീമൺ ഇപ്പൊ ടാഞ്ചറോയെ കണ്ട് പേടിച്ച് ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കുകയാണ്. ഹീറോ അവന്റെ അടുത്തേക്ക് വരും. നിനക്ക് സാക്ഷാൽ മൂസാൻ ഡീമൻ അദ്ദേഹത്തെ കുറിച്ച് അറിയോ? നിങ്ങളുടെ ഡീമൻ കിങ് അല്ലേ ആ മൂസാൻ? ഹീറോയുടെ ചോദ്യം കേട്ട് ആ ഡീമൺ ആണെങ്കിൽ ഒന്ന് പേടിക്കും. ഡീമൺ ആണെങ്കിൽ തീർത്തു പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഒരിക്കലും അദ്ദേഹത്തെക്കുറിച്ച് പറയില്ല എന്ന് പറഞ്ഞ് അവന്റെ കൈ അത് റീജനറേറ്റ് ചെയ്തെടുത്ത് വീണ്ടും ഹീറോയ്ക്ക് നേരെ ചാടി വരും. ഹീറോ ആണെങ്കിൽ പിന്നെ ഒന്നും നോക്കില്ല. ആ സ്ക്വാഡ് നീട്ടി ഒരൊറ്റ വെട്ട്. അതില് അവന്റെ കാറ്റ് പോകും. ടാൻസറോ ആണെങ്കിൽ ടെൻഷനായിട്ട്
അവന്റെ സിസ്റ്ററിന്റെ അടുത്തേക്ക് ഓടി വരും. അവൾക്കാണെങ്കിൽ ഒരുപാട് പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷെ അവൾ ഡീമൺ ആയതുകൊണ്ട് എത്രയും വേഗം അത് മുഴുവൻ ഹീലാവും. അവളുടെ ബോഡിയിലാണെങ്കിൽ ഇപ്പോൾ ഒട്ടും പവറില്ല. വീണ്ടും പവർ റീഗെയിൻ ചെയ്യാനായിട്ട് അവൾ ഉറങ്ങാനായിട്ട് തുടങ്ങും. ഹീറോ അവന്റെ പോക്കറ്റിൽ നിന്ന് ഇപ്പൊ വലിയൊരു പാഡ് കയ്യിലെടുക്കുകയാണ്. ആക്ച്വലി ആ പാഡിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ആ ഡീമൺസ് ഭക്ഷിച്ച പെൺകുട്ടികളുടെ ബാൻഡ് എന്നിങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവറ്റകൾ അതിൽ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടാഞ്ചറോ ആ ഒരു പാഡ് അത് മുഴുവനായിട്ട് നോക്കും. അതില് ഒരുപാട് പെൺകുട്ടികളുടെ രക്തമൊക്കെ പുരണ്ടിരിക്കുകയാണ്. ടാഞ്ചറോ ഒരു സെക്കൻഡ് മരിച്ചുപോയ അവന്റെ അമ്മയും സഹോദരങ്ങളൊക്കെ ഓർക്കും. അതിനുശേഷം ആ പയ്യന്റെ മുറപ്പെണ്ണിന്റെ റെഡ് റിബൺ അതെടുത്ത് ടാഞ്ചറോ ആണെങ്കിൽ അവന്റെ കയ്യിൽ കൊടുക്കും. അതിനുശേഷം അവനെ സമാധാനിപ്പിക്കും. ഇതെല്ലാം ഈ പ്രോബ്ലംസ് എല്ലാം ഇന്നത്തോടുകൂടെ അവസാനിക്കുകയാണ്. നീയും അവളെ പതിയെ പതിയെ മറക്കാൻ ശ്രമിക്കണം. പുതിയൊരു ജീവിതത്തിലേക്ക് നീ കടന്നു വരണം. അതിനവൻ ഒരുപാട് വിഷമത്തിൽ തല താഴ്ത്തി ഹീറോയോട് പറയും. നഷ്ടപ്പെട്ടതിന്റെ വേദന അത് നഷ്ടപ്പെട്ടവർക്ക് മാത്രമേ മനസ്സിലാവൂ. അവളെ ഒരു കാരണവശാലും എനിക്ക് മറക്കാനാവില്ല എന്ന് പറഞ്ഞ് അവൻ വിഷമിച്ച് നിൽക്കും. ഹീറോ ആണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയില്ല. അവന്റെ അനുജത്തെയുള്ള ആ ബോക്സ് എടുത്ത് തോളത്തിട്ട് അവന്റെ സാധനങ്ങളൊക്കെ ആയിട്ട് ഇപ്പോ മുൻപോട്ടേക്ക് നടക്കും. ഉടനെ അവന്റെ കാക്ക പറന്ന് അവന്റെ തോളിൽ വന്നിരിക്കുകയാണ്. ടാഞ്ചറോ, നിന്റെ ഫസ്റ്റ് മിഷൻ അത് അടിപൊളിയായിട്ട് നീ കംപ്ലീറ്റ് ചെയ്തു. നിന്റെ അടുത്ത മിഷനും ഇപ്പോൾ ഓൾറെഡി റെഡിയാണ്. ഹീറോ ആണെങ്കിൽ ഷോക്കാവും. ദിസ് ഈസ് അൺബിലീവബിൾ. ഇപ്പോൾ ഒരെണ്ണം ഞാൻ കംപ്ലീറ്റ് ചെയ്തതല്ലേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുന്നതിന് മുൻപ് ഇപ്പൊ അടുത്ത മിഷനും എനിക്ക് വന്നോ? അതിന് കാക്ക പറയും, അതെ, നീ എത്രയും വേഗം ടോക്കിയോയിലേക്ക് പോകണം. ഇവിടെയാണ് നിന്റെ അടുത്ത മിഷൻ. എല്ലാ ഡീമൺ സ്ലേയേഴ്സിന്റെ അവസ്ഥ ഇത് തന്നെയാണ്. അവർക്ക് വിശ്രമിക്കാനോ ആഹാരം കഴിക്കാനോ എന്തിന് സ്വന്തം വീട്ടുകാരെയോ വീട്ടിലേക്കോ പോകാൻ പോലും കഴിയാറില്ല. ടാഞ്ചറോ ആണെങ്കിൽ ആ കാക്കയെ ഒരുപാട് ചീത്ത പറയും. അതിനുശേഷം വേറെ വഴിയില്ലാതെ ഇപ്പൊ ടോക്കിയോയിലേക്ക് വെച്ച് ഇപ്പൊ സ്ട്രെയിറ്റ് ആയിട്ട് ടോക്കിയോയിലേക്ക് വന്നിരിക്കുകയാണ്. ടാഞ്ചറോ ജനിച്ചതും വളർന്നതും എല്ലാം തന്നെ ഗ്രാമത്തിലാണ്. അവൻ ആദ്യമായിട്ടാണ് ഈ ടോക്കിയോ നഗരത്തിലേക്ക് വരുന്നതും ഇത്രയും വലിയൊരു നഗരം നേരിട്ട് കാണുന്നതും. ടാഞ്ചറോ ആണെങ്കിൽ ആ ബോക്സിൽ നിന്ന് അവന്റെ സിസ്റ്ററിനെ വെളിയിലെടുക്കും. അതിനുശേഷം അവർ ആ നഗരത്തിന്റെ ഭംഗി അത് ആസ്വദിക്കുകയാണ്. അവിടെയുള്ള കടകളും സാധനങ്ങളും എല്ലാം തന്നെ കാണുമ്പോൾ അവന് ഭയങ്കര അത്ഭുതം. ടാഞ്ചറോ ആണെങ്കിൽ കടയിൽ നിന്ന് അല്പം ഫുഡൊക്കെ വാങ്ങി അത് കഴിക്കാനായിട്ട് ഒരുങ്ങുന്ന കറക്റ്റ് സമയത്തായിരിക്കും ഇപ്പൊ ടാഞ്ചറോയ്ക്ക് ഒരു സ്മെല്ല് അടിക്കുക. ആ സ്മെല്ല് അവന്റെ മൂക്കിലേക്ക് കിട്ടേണ്ട താമസം അവന്റെ കയ്യിലുണ്ടായിരുന്ന ഫുഡ് അത് താഴേക്ക് വീഴുകയാണ്. ടാഞ്ചറോ ആണെങ്കിൽ കൂടുതൽ ശക്തിയിൽ ആ സ്മെല്ല് അബ്സോർബ് ചെയ്തെടുക്കും. അതെ, ഇതേ സ്മെല്ലാണ് എന്റെ അമ്മയും സഹോദരങ്ങളും മരിച്ച ആ ഒരു സ്ഥലത്ത് നിന്ന് എനിക്ക് കിട്ടിയത്. ആ ഡീമൺ അത് ഇവൻ തന്നെയാണെന്ന് പറഞ്ഞ് ടാഞ്ചറോ ആണെങ്കിൽ മറ്റൊന്നും ശ്രദ്ധിക്കാതെ ആ സ്മെല്ല് വന്ന സ്ഥലത്തേക്ക് ഇപ്പൊ ഉഷാറായിട്ട് ചാടി ഓടും. ടാഞ്ചറോ ഓടി വന്ന് ആ സ്മെല്ലുള്ള ആളെ കറക്റ്റായിട്ട് പിടിക്കുകയാണ്. ടാഞ്ചറോ ആളെ പിടിച്ച് തിരിക്കും. അത് മറ്റാരുമല്ല, സാക്ഷാൽ ഡീമൺ കിങ് മൂസാൻ. ടാഞ്ചറോ മറ്റൊന്നും ആലോചിക്കാതെ അവന്റെ സ്ക്വാഡ് എടുത്ത് വീശാനായിട്ട് ശ്രമിക്കുമ്പോഴായിരിക്കും മൂസാന്റെ കയ്യിൽ ഒരു കൊച്ചു കുഞ്ഞിനെ കാണുക. ആ കുഞ്ഞാണെങ്കിൽ മൂസാനെ ഡാഡി എന്ന് വിളിക്കുകയാണ്. മാത്രമല്ല ഒരു ലേഡിയും ആ മൂസാന്റെ കൂടെ തന്നെ ഉണ്ട്. ടാഞ്ചറോയ്ക്കാണെങ്കിൽ ആകെ കൺഫ്യൂഷൻ. അവനാണെങ്കിൽ ഹ്യൂമന്റെ സ്മെല്ലും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ആ മൂസാന്റെ ബോഡിയിൽ നിന്ന് ഡീമന്റെ സ്മെല്ലും കിട്ടുന്നുണ്ട്. ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. ഇയാളൊരു ഡീമനാണ്. ഡീമനായ ഇയാൾക്ക് എങ്ങനെ ഹ്യൂമൻ ആയിട്ടുള്ള ഒരു ഭാര്യയും കുഞ്ഞും ഉണ്ടായി? അവനൊന്നും മനസ്സിലാവാതെ അങ്ങനെ വണ്ടടിച്ച് നിൽക്കുമ്പോൾ മൂസാൻ അവന്റെ ഡീമൺ കൈകള് അതങ്ങനെ നീട്ടി അടുത്തുണ്ടായിരുന്ന ഒരാളുടെ ബോഡിയിൽ സ്ക്രാച്ച് ഇടുകയാണ്. അവ മിനിറ്റുകൾ കൊണ്ട് ഡീമനായി മാറി. അങ്ങനെ കറങ്ങി തിരിഞ്ഞു വന്ന് മൂസാന്റെ വൈഫിനെ ആഞ്ഞ് കടിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.